ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവ കൊണ്ട് 4 രുചികളിൽ 4 തരത്തിലുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ. ഇനി ഇതാ നമ്മുടെ നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 കപ്പ് റവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1-2 മിനിറ്റ് നേരം നമുക്ക് ഈ റവയൊക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ഈ റവയുടെ ഷെയ്ഡൊന്നും ഒരുപാട് മാറിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു പാകമായ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു കുഞ്ഞ് മസാല കൂടെ തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1/4 കപ്പ് തേങ്ങാക്കൊത്തും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും 2 ഗ്രാമ്പും 1 ഏലക്കയും കണ്ടോ ഇതുപോലത്തെ ഒരു കുഞ്ഞ് കഷ്ണം കറുവപ്പട്ടയും 1/4 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്തോളൂ. ഇനി ഇതെല്ലാം കൂടെ 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു പാകാകണ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാവേ. നിങ്ങളുടെ കയ്യിൽ മല്ലിയായിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഉഴുന്നുപരിപ്പൊക്കെ ഇട്ട് കൊടുത്തില്ലേ, ആ കൂടെ തന്നെ മല്ലിയും കൂടി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഫൈൻ പൗഡറായിട്ടല്ല കേട്ടോ. കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ തരിയായിട്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കണേ. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഉപ്പുമാവാണ് കേട്ടോ. നമ്മൾ എപ്പോഴും വീട്ടിൽ ഉപ്പുമാവ് വയ്ക്കണ പോലെയല്ല, ഈ ഒരു മസാലയും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കണത്. ഇത് കഴിക്കാനായിട്ട് പ്രത്യേക രുചിയാണേ. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും ഉഴുന്നുപരിപ്പും കുറച്ച് കശുവണ്ടിയും കറിവേപ്പിലയും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1/2 ടീസ്പൂൺ ഇഞ്ചിയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മീഡിയം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുഞ്ഞായി തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ക്യാരറ്റുമാണേ. നമ്മൾ ചേർത്തിട്ടുള്ള ക്യാരറ്റിനോ സവാളയ്ക്കോ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എത്ര വേണേലും ചേർക്കാവേ. അതുപോലെ ഇത് തന്നെ ചേർക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഈ സമയം നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മസാലയില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1 മിനിറ്റ് നേരം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് പേർക്കൊക്കെ നല്ലോണം കുഴഞ്ഞിരിക്കണ ഉപ്പുമാവായിരിക്കും കേട്ടോ ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ചേർക്കണേ. നല്ലപോലെ ഡ്രൈ ആയിരിക്കണ ഉപ്പുമാവാണ് ഇഷ്ടമെങ്കിൽ ഇതിനെ കഴിഞ്ഞും കുറച്ച് കുറവായിട്ട് വെള്ളം ചേർത്തിയാൽ മതിയേ. ഈ സമയം ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇനിതാ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ റവയില്ലേ അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണേ, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ടും മറന്നു പോകല്ലേ. നെയ്യുടെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ ഈ സമയം കുറച്ച് നെയ്യും കൂടെ ചേർത്തോളൂ. നെയ്യ് ചേർത്തിയാലും നല്ലത് തന്നെയാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ഉപ്പുമാവ്. നമ്മളിതിലേക്ക് മസാലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കഴിക്കാനായിട്ടും ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഇതുവരെ ഇതുപോലെ മസാലയൊക്കെ ചേർത്തിട്ട് ഉപ്പുമാവ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത റവ കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് റവയാണ്. വറുത്ത റവയോ വറുക്കാത്ത റവയോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ 1/2 കപ്പ് അവലും കൂടെ ചേർക്കാം. ഞാൻ വെള്ളയവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളയവൽ തന്നെ വേണമെന്നില്ല, ഇതിന് പകരം മട്ടയവൽ എടുത്താലും മതി. ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിതാ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ എന്ത് വേണേലും നമുക്ക് ചേർക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള മാവായിട്ടല്ല, കുറച്ച് കട്ടിയിലുള്ള മാവായിട്ടാണ് നമുക്കിത് എടുക്കേണ്ടത്. എനിക്കിത് നല്ലപോലെ മിക്സാക്കി എടുക്കാനായിട്ട് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. ഇതാ കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവിരിക്കണത്. ഇനി നമുക്കിത് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ മാവ് നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ട് 10 മിനിറ്റായി. ഇപ്പോൾ കണ്ടില്ലേ, ഒന്നും കൂടെ തിക്കായി വന്നിട്ടില്ലേ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതുമാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം ഉപ്പ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി നമുക്ക് ഈ മാവ് 2 രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ പരത്തിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്തോളൂ. നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ കണ്ടോ ഇതുപോലത്തെ ഒരു സ്റ്റീൽ മൂടിയാണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ തൂത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ നല്ല ഒലയൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മൂടി ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു മാവിൽ നിന്നും കുറച്ച് മാവ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാവേ. ഇനി ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിത് ഇങ്ങനെ തന്നെ വേവിക്കാം. അതിനുശേഷം ഇത് കമഴ്ത്തി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ പൊള്ളാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു കുഞ്ഞ് സംശയം ഉണ്ടാവും, നമ്മുടെ ഈ ഒരു മാവ് വെള്ളത്തിലേക്ക് വീണു പോകുമെന്ന്. ഒട്ടും തന്നെ വീണു പോവില്ല കേട്ടോ, ധൈര്യമായിട്ട് തന്നെ ചെയ്തോളൂ. നല്ല രുചിയുള്ള പലഹാരമാണ് കേട്ടോ ഇത്. എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ, 4-5 മിനിറ്റ് തന്നെ മതിയാകും. ഈ ഒരു പാകമായാൽ മതി. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയി കഴിയുന്ന സമയത്ത് നമുക്കിത് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് വിടിയിച്ചെടുക്കാനായിട്ടും നല്ല എളുപ്പമാണ്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെയും കഴിക്കാം. പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതിലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണേ. ഈ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളുത്ത എള്ളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത്. വെളുത്ത എള്ള് തന്നെ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് കടുക് പൊട്ടിച്ചിട്ട് എടുത്താലും മതിയേ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതും കൂടെ ചേർക്കാം. ഉണക്കമുളക് ചതച്ചതില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് മുളക് പൊടി ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇത് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലപോലെ ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കാം. ഇങ്ങനെ ചെയ്തിട്ട് എടുക്കണ കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇഷ്ടമായി കഴിഞ്ഞാൽ തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് റവ കൊണ്ടുള്ള നമ്മുടെ അടുത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ഉഴുന്നാണ് കേട്ടോ. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് 2 കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് 1 മണിക്കൂർ നേരം നമുക്ക് ഈ റവയും കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് 4 മണിക്കൂറായി. ഇത് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടില്ലേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം.
അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ റവയിലെ അത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത ശേഷം നമ്മുടെ ഉഴുന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ റവയൊക്കെ പിഴിഞ്ഞെടുക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ വളരെ കുറച്ച് വെള്ളത്തിൽ നമ്മുടെ റവ കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഉഴുന്നിലേക്ക് നേരിട്ട് ചേർക്കാമല്ലോ. മുഴുവൻ റവയും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതും നമ്മുടെ ഈ ഒരു മാവ് ഫെർമെൻ്റായി കിട്ടാനായിട്ട് സഹായിക്കും. ഇതാ കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ മാവിരിക്കണേ. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. 8 മുതൽ 10 മണിക്കൂർ വരെ സമയം എടുക്കുകയെ നമുക്കിത് ഫെർമെൻ്റായി കിട്ടാനായിട്ട്. ഞാൻ രാത്രിയിലാണ് കേട്ടോ നമ്മുടെ ഈ മാവ് അരച്ച് വെക്കണേ. രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടില്ലേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് പ്ലാവലയിലാണ്. അതിനായിട്ട് കുറച്ച് പ്ലാവല കൂടെ എടുത്തിട്ടുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെയുള്ള ഇലയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉള്ള ഈ പ്ലാവല. ഇതിൽ ധാരാളം കാൽസ്യം, പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിലെ ടോക്സിൻസിനെയൊക്കെ കളയാനായിട്ട് പ്ലാവല ബെസ്റ്റാണ്. അതുപോലെ തന്നെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ ഹാർട്ടിനും ഇത് ഒത്തിരി നല്ലതാണേ. ഇതുമാത്രമല്ല വേറെയും ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിലെ പ്ലാവലയ്ക്ക്. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നമ്മൾ പ്ലാവലയിൽ കുക്ക് ചെയ്ത് കഴിക്കണത് ഏറ്റവും ബെസ്റ്റാണ്. ഇനി ഇതിൽ നിന്നും 4 ഇല ഇങ്ങനെ എടുക്കാം. ഇതെല്ലാം തന്നെ കഴുകി എടുത്തിട്ടുള്ളതാണേ. അതിനുശേഷം 2 ഇല ഇങ്ങനെയൊന്ന് വെച്ച ശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഈർക്കിലി ഉണ്ടെങ്കിൽ അതെടുക്കണതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഈർക്കിലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്ക്യൂർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഓരോ ഇല എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ കുത്തി കൊടുക്കാം. 4 ഇലയും ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഇല എടുത്തിട്ട് അടുപ്പിച്ച് വെച്ചിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇതിനുള്ളിലേക്ക് മാവ് ഒഴിച്ചിട്ടാണിത് കുക്ക് ചെയ്തിട്ടെടുക്കുന്നത്. അതുകൊണ്ട് ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാത്ത പോലെ കുത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് പോകും. നമ്മുടെ പ്ലാവലയൊക്കെ ഈ ഒരു ഷേപ്പിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കണ സമയത്ത് ഇതിൽ ഗ്യാപ്പുള്ള പോലെയൊന്നും നമുക്ക് തോന്നില്ല. പക്ഷെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കണ്ടോ, ഈ ഒരു സൈഡിൽ കൂടെ മാവ് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെയും കൂടെ ഒന്ന് ഈർക്കിലി കുത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവില്ലേ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് പ്ലാവലയിൽ വേവിച്ചെടുക്കണതുകൊണ്ട് നമ്മുടെ പ്ലാവലയുടെ എല്ലാ ഫ്ലേവറും നമ്മുടെ ഈ ഒരു പലഹാരത്തിനും കിട്ടുവേ. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ വേവിച്ചിട്ടെടുക്കാം. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് ഇത് സ്റ്റീം ചെയ്തിട്ടെടുക്കണേ. നമുക്കിത് ഓരോന്നായിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലെ ഇഡ്ഡലി തട്ടിലൊഴിച്ച് വേവിച്ചെടുത്താലും മതിയേ. പക്ഷെ നമ്മൾ ഇതുപോലെ പ്ലാവലയിൽ ചെയ്യുവാണെങ്കിൽ ഇതിന് വേറൊരു രുചിയായിരിക്കും. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നമുക്ക് നല്ല പഞ്ഞു പോലെയാണ് കേട്ടോ കിട്ടുക. പ്ലാവലയുടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു പലഹാരത്തിന് മുന്നിട്ട് നിൽക്കുക. പ്ലാവലയൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉള്ളതല്ലേ. ഇനി സമയമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ പ്ലാവലയിൽ തയ്യാറാക്കി നോക്കണേ. ഇനി നമ്മുടെ 4ാമത്തെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് ഇഡ്ഡലി റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കണ റവയില്ലേ, അതല്ല കേട്ടോ. നമുക്ക് മിക്ക സൂപ്പർ മാർക്കറ്റിലും തന്നെ ഇഡ്ഡലി റവ എന്ന് പറഞ്ഞ് തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടുവേ. ഇനിയിപ്പോൾ ഇഡ്ഡലി റവ കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഇതിന് പകരമായിട്ട് സാധാ റവ എടുത്തോളൂ. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ഗ്ലാസ് റാഗിപ്പൊടിയാണ്. കൂടെ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിത് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ പാത്രമോ ഒക്കെ എടുത്താൽ മതിയേ. എല്ലാ അളവുകളും ആ പാത്രത്തിൽ തന്നെ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 4 മണിക്കൂർ നേരം കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതും നമുക്ക് 4 മണിക്കൂർ നേരം കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതെല്ലാം തന്നെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ റാഗിയൊക്കെ കുതിർത്ത് വെച്ച വെള്ളമില്ലേ, ഈ വെള്ളം നമ്മൾ കളയണില്ല. ഇതൊഴിച്ചിട്ടാണ് നമ്മൾ ഉഴുന്നൊക്കെ അരച്ചെടുക്കണത്. ഒപ്പം തന്നെ നമ്മൾ ഉഴുന്നൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമില്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആകെ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കണേ.
ഇനി നമുക്ക് ഈ ഉഴുന്നൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ റാഗിയുടെയും ഇഡ്ലി റവയുടെയും ആ ഒരു മിക്സും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. 4-5 മിനിറ്റ് നേരം കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാവേ. ഇത് നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വരാനായിട്ട് സഹായിക്കും. ഇപ്പോൾ നമ്മുടെ മാവ് കുറച്ചൊന്ന് കട്ടിയിലല്ലേ ഇരിക്കണേ, നമുക്ക് ഇത്രയും കട്ടി വേണ്ട, കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മാവായിട്ടാണ് വേണ്ടത്. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിത് രാത്രിയിലാണ് അരച്ചിട്ടെടുക്കണേ. രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. 8 മുതൽ 10 മണിക്കൂർ വരെ സമയം എടുക്കുവേ നമുക്കിത് ഫെർമെൻ്റായി കിട്ടാനായിട്ട്. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മളിത് മൂടി വെക്കുമ്പോഴും ഒരു കുഞ്ഞു കാര്യം ശ്രദ്ധിക്കണേ, ഒത്തിരി ടൈറ്റായിട്ട് മൂടി വെക്കരുത്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് മൂടി വെക്കാനായിട്ട്. രാവിലെ ആയപ്പോഴേക്കും ഇതാ കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടില്ലേ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇതിനിവിടെ ഇരിക്കട്ടെ. ഞാൻ റാഗിപ്പൊടി ചേർക്കാതെയും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് ഇഡ്ലി റവയ്ക്ക് 1/2 ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതും നമുക്ക് നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് വട്ടയിലയാണ്. നമ്മൾ ഈ മാവ് വട്ടയിലയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കണത്. ഈ വട്ടയിലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു ഇലയിൽ വേവിച്ച് കഴിക്കുവാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനും ഒത്തിരി നല്ലതായിരിക്കും. ഇപ്പോൾ വട്ടയിലയൊക്കെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഈ മാവ് ഇഡ്ലിത്തട്ടിലൊഴിച്ച് വേവിച്ചെടുത്താലും മതിയേ. ഇനി നമുക്ക് ഈ ഇല ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം ഒരു ഈർക്കിലിയോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കാം. ഇനി നമ്മുടെ ഇലയുടെ നീണ്ടു നിൽക്കണ ഈ ഒരു ഭാഗമില്ലേ, കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇത് നമ്മുടെ സാധാ ഇഡ്ഡലി അല്ലേന്ന്. നമ്മൾ ഈ ഇലയിൽ വേവിച്ചെടുക്കണോണ്ട് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നമ്മുടെ ഈ ഒരു ഇലയുടെ ഫ്ലേവറും സ്മെല്ലും ഒക്കെ ആയിരിക്കും കേട്ടോ മുന്നിട്ട് നിൽക്കുക. ഇതായി ബാക്കിയുള്ള 2 ഇലയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ വെള്ള മാവില്ലേ, അതാണേ. നമ്മളിതാ ഇതുപോലെ മാവൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇലയൊക്കെ മറിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഈ ഒരു പാകമായ മതിയെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ഈ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്